ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ കലാസ്നേഹികളെ, സഹോദരങ്ങളെ, ഈ നല്ല സായം സന്ധ്യയിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒരു സ്കിറ്റുമായി എത്തുകയാണ്. ഇതിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം, താൻ ഈ ലോകത്തിൽ തന്നിഷ്ടപ്രകാരം ജീവിച്ച് മരിച്ച് അവൻ നരകത്തിലെത്തുകയും അതുമാത്രമല്ല അവിടെ തനിക്ക് കിട്ടുന്ന കൂട്ടുകാരും അനുഭവങ്ങളും നർമ്മത്തിൽ ചാലിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതിലെ കഥാപാത്രങ്ങൾ ഇവിടെ ഉള്ളവരോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോമായി യാതൊരു ബന്ധവുമില്ല. ആരെങ്കിലും ഞങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ സഹൃദയം നിങ്ങൾ ക്ഷമിക്കണമേ എന്ന് ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ആരോടെങ്കിലും സാദൃശ്യം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തികച്ചും അത് യാദൃശികം മാത്രം. ബാൻബറി ബോയ്സ് അവതരിപ്പിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകരുത്, ആകരുത്, ആകരുത്. You see that next just marginally shorter. That's all the space Sanju Samson needs. He is running with a six. What a six! Clears the infield. Not sure it quite came, but it goes long enough for his first boundary. ഞാൻ പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ല. ഞാൻ ഇന്നലെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞല്ലേ, അതെങ്ങനെയാ ഫുൾ ടൈം ഫോണ് കുത്തി ഇരിപ്പല്ലേ, ചുറ്റുമുള്ള ഒന്നും ഓർമ്മയില്ല. ഇച്ചായോ പ്രാർത്ഥനയ്ക്ക് പോകാൻ വരുന്നില്ലേ? ഞാൻ ഇന്ന് വരുന്നില്ല. ഞാൻ എന്തെങ്കിലും പാസ്വേഡ് പറഞ്ഞോളാം. എനിക്ക് എല്ലാ ആഴ്ചയിലും എന്നോടൊന്നും എനിക്ക് ആകെ ഒരു വീക്കെൻഡ് കിട്ടിയതാ. എനിക്ക് ആകെ ഒരു വീക്കെൻഡ് കിട്ടിയതാ ഇന്ന്. എനിക്ക് ഒരുപാട് ഫോണുണ്ട്. ഞാൻ പാസ്വേഡ് വിളിക്കും, ഞാൻ പാസ്വേഡ് പറഞ്ഞോളാം. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാം. മര്യാദക്ക് പ്രേയറിന് വാ ഇച്ചായോ. എടി എടുക്ക് ഫോൺ, എടുക്ക്, പാസ്റ്റർ വിളിക്കൂ, എടുക്ക്. എനിക്ക് വയ്യ എന്തോ പറയുന്നു. ഹലോ പാസ്റ്ററെ. ഓ എൻ്റെ കർത്താവേ, പാസ്റ്റർക്ക് 100 ആയുസ്സാ പാസ്റ്ററെ. ഞാൻ ഇപ്പം പാസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ പാസ്റ്ററെ, ഒരാഴ്ചയായിട്ട് ജോലി ചെയ്തു, ക്ഷീണമാ. പിന്നെ പാസ്റ്ററെ, ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡിൻ്റെ കളിയുണ്ടായിരുന്നു. എനിക്കതൊന്ന് കാണണം പാസ്റ്ററെ. പിന്നെ എൻ്റെ പാസ്റ്ററെ, എനിക്ക് നടക്കാൻ വയ്യ പാസ്റ്ററെ. കാലയിൽ ഒരു മുഖക്കുരുവുണ്ട്. പാസ്റ്ററെ, പിന്നെ പാസ്റ്ററെ, ഇന്ന് ലൈവ് ഉണ്ടോ? ലൈവ് ഇല്ലയോ? അപ്പം ഇതിനോട് പോയി ലൈവ് ഇല്ല. ഓ, എന്നാൽ പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, അതൊന്ന് റെക്കോർഡ് ചെയ്ത് അവിടെ കൊടുത്തു വിട്ടേര് പാസ്റ്ററെ. പാസ്റ്ററെ, എനിക്ക് ഒത്തിരി തിരക്കുണ്ട് പാസ്റ്ററെ ഇന്ന്. ഓക്കെ പാസ്റ്ററെ, താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു. കള്ളം പറഞ്ഞപ്പോ സമാധാനായോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, രാവിലെ എഴുന്നേൽപ്പോ തൊട്ട് ഫോണ് കുത്തിക്കൊണ്ടിരിക്കുക, ചുറ്റുമുള്ള ഒന്നും അറിയില്ല. എന്നാ പിന്നെ പ്രാർത്ഥനയ്ക്ക് വരുവോ? അതുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്ന ആദ്യം കേൾക്കും. നിങ്ങൾ ആരാധനയ്ക്ക് പോകണം, അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാത്റൂമിലോ നിങ്ങളെ സമാധാനം തരത്തില്ല. അവിടെ ഞാൻ വിളിച്ചാലോ, അയ്യോ എന്നെ ബാത്റൂമിൽ പോലും ഇരിക്കാൻ വിടത്തില്ല എന്ന് പറഞ്ഞോളൂ. എന്റെ കർത്താവേ, ഞാൻ നിന്നോട് കാര്യം പറയട്ടെ. നമ്മുടെ ചർച്ചയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പുറകിരുന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവിടെ പാട്ട് പാടുന്ന ബ്രദറുണ്ടല്ലോ, എന്തോ ശബ്ദമോ, അയ്യോ അങ്ങ് വലിച്ചു കീറുമില്ലയോ അങ്ങ്. എനിക്ക് അവിടെ നിന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ ഫോണ് കുത്തി യൂട്യൂബും കണ്ടിരുന്നു കേട്ടോ. ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാം എന്തൊക്കെയാ കുത്തിക്കൊണ്ടിരിക്കുന്നത്. എടി കരളെ, നീ പറയുന്ന ഒന്ന് കേൾക്കും. ഞാൻ നമ്മൾ എന്നും ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ലയോ? നമ്മൾ പാട്ട് പാടുന്നില്ലയോ? നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലയോ? അത് വീട്ടിൽ ഇരുന്നാലും പറ്റും. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ആ യൂട്യൂബ് അടിച്ചു നോക്കിയേ, നിനക്ക് എത്ര പ്രാർത്ഥന വേണം? നിങ്ങൾ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിരുന്ന എല്ലാരും ഇങ്ങനെ പോകുമ്പോ, നിങ്ങൾ കർത്താവിന്റെ വരവിങ് എടുത്തു, എല്ലാരും പോകുമ്പോ നിങ്ങൾ ഇവിടെ നീ എന്ത് പറയുന്നത്? ഈ പാസ്റ്റർമാരെ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയും, കർത്താവ് വരും, കർത്താവ് പോകും. എന്തുകൊണ്ടാ വരുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെടാത്തോണ്ടാ വരാത്തെ. കർത്താവ് എന്തുവാ ഇത്? എനിക്ക് നിന്നോട് പറയാൻ വയ്യ. രാവിലെ മുതൽ ഞാൻ അടിക്കണം. രാവിലെ മുതൽ നിന്നോട് ഒരു ചായ ചോദിക്കും. എന്റെ സൂസി, നീ എനിക്കൊരു ചായ തന്നോ? മര്യാദയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വായി ചായ. ഞാൻ എന്തായാലും ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. നീ പ്രാർത്ഥനയ്ക്ക് പോക്കോ. പാസ്റ്ററോട് നീ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോവാ. നിങ്ങൾ ന്യായങ്ങൾ പറഞ്ഞു കേട്ടോ. ഞാൻ പ്രാർത്ഥനയ്ക്ക് അടിയടാ മോനെ, എടാ മോനെ, പൊന്നുമോനെ, എന്തെങ്കിലും അടിക്കണേടാ. എടാ മോനെ, അടിക്കണേടാ.
എടിയേ എടിയേ എന്റെ പിള്ളേരെ കാണുന്നില്ല. അയ്യോ നെഞ്ചത്തൊരു വേദന വരുന്നു. എന്റെ പിള്ളേരെ കാണുന്നു. അയ്യോ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് ഒത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അയ്യോ ഞാനിതെവിടാ എത്തിയത് ഇത്? അയ്യോ ഇതൊരു പ്രത്യേക സ്ഥലമാണല്ലോ ഇത്. അയ്യോ ഇതൊരു പ്രത്യേക സ്ഥലമാണല്ലോ ഇത്. അവിടെ ഒരാൾ നിൽക്കുന്നു. അവനോട് പോയി ചോദിച്ചു നോക്കാം. അടാ പോളെ അവറാച്ചാ ഇത് എങ്ങനെ ഇവിടെ എത്തി? നമ്മൾ എങ്ങനെ ഇവിടെ എത്തി? അവറാച്ചാ നിന്നെ കണ്ടിട്ട് കുറെ നാളെ എവിടെയായിരുന്നു? ഇങ്ങനെ ഇവിടെ എത്തി? ഇതേതാ സ്ഥലം ഇത്? അവറാച്ചാ ഇത് നമ്മുടെ നാടോ നമ്മുടെ ഭൂമിയൊന്നും അല്ല അവറാച്ചാ. കണ്ടോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ നാട്ടുകാരോ നമ്മുടെ ബന്ധുക്കളോ ഒന്നും ഇവിടെ ഇല്ല അവറാച്ചാ. അവറാച്ചാ നമുക്ക് നോക്കിയാൽ ആരെങ്കിലും കാണൂ? അവറാച്ചാ അങ്ങോട്ട് നോക്കി, അവിടെ നല്ലൊരു മനുഷ്യൻ, നല്ല അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? മാഷേ ഇതേതാ സ്ഥലം? ഹലോ ബ്രോസ്, പുതിയ അഡ്മിഷൻ അല്ലേ? ഇപ്പോൾ വന്നേ ഉള്ളൂ? അതെ ബ്രോ. ബ്രോയുടെ പേരെന്താ? എൻ്റെ പേര് പോൾ. പോൾ. ബ്രദറിന് ഇതേതാ സ്ഥലം? നാട്ടിൽ ദേവദാസന്മാരൊക്കെ നിങ്ങളോട് വല്ലതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? സ്വർഗം എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെ ചെന്നാലും ഇതേ ഉള്ളല്ലോ, ആരാധന ആരാധന ആരാധന. എന്തുവാ ഇത്? സവറിന്റെ പേരെന്താ? ഇതാണ് സ്വർഗത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. 24 മണിക്കൂറും ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധമായ സ്ഥലത്താണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. സ്വർഗത്തിന്റെ വാതിൽ. ഏതായാലും അവറാച്ച നമ്മൾ മരിച്ചു. ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത ജീവിതം. അവറാച്ച എന്തുവാ അവറാച്ച അത്? അവിടെ എന്തുവാ? അവിടെ അല്ല, അവിടെ ബാബിക്യൂ നടത്തുവാ. ഞാനൊന്ന് നോക്കിട്ട് വരാം എന്റെ മോളച്ചാ. അവിടെ നരകം എഴുതി. അല്ലല്ല, അവിടെ പുക കാണുന്നു. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ അങ്ങോട്ട് പോവല്ലേ. അല്ല, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഞാനൊന്ന് പോയി ഞാനൊന്ന് പോയി നോക്കാം. നിങ്ങൾ ആസ്വദിക്കുന്നുവെന്ന് കരുതട്ടെ സഹൃദയരെ. അടുത്ത രംഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ കാണാതിരിക്കുവാൻ ശ്രമിക്കുക. പേടിയുള്ളവർ പാസ്റ്ററിന് ചുറ്റും പോയി നിൽക്കുക. ഹലോ ലൂസി ബ്രോ, ഹൗ ഡു ഡു? സുഖമായിട്ടിരിക്കുന്നു. എന്നാ ഉണ്ട്? ഞാൻ എൻ്റെ ഈ മാസത്തെ ടാർഗറ്റ് ഏകദേശം അച്ചീവ് ആകാറായി. എംപ്ലോയി ഓഫ് ദ മന്ത് ഈ മാസം മേടിക്കണം. നാട്ടിലെല്ലാരും ഈ ആരാധനയ്ക്കൊക്കെ കൂടി ഇപ്പൊ ആരും നമ്മുടെ നരകത്തിലോട്ടൊന്നും വരുന്നില്ലയോ? ഒരു അഡ്മിഷൻ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഒരു മിസ്റ്റർ അവറാച്ചൻ ഇതിലെ കിടന്ന് കറങ്ങുന്നുണ്ട്. നോക്കിയാലോ? അവറാച്ചൻ, എത്ര നാളായി അവറാച്ചനെ കാത്തിരിക്കുവാണല്ലോ. ഇവിടൊക്കെ പുകയാണല്ലോ. അവറാച്ച വന്ന് ഇരിക്കാൻ പറ്റുമോ? അയ്യോ, അവറാച്ചൻ എന്തോ കുടിക്കാനെന്തോ വേണം. പിന്നെ എന്താ വേണ്ടത്? പെപ്സി ഉണ്ട്, മിരണ്ട ഉണ്ട്, കൊക്കക്കോള ഉണ്ട്, ലൈവ് ഷെയ്ക്ക് ഉണ്ട്. എന്താ വേണ്ടത്? നീ ചൂട് വേണോ? അയ്യോ വേണ്ട. ഒരു സെക്കൻഡ്. ഹലോ, എനിക്കൊരു കോളുണ്ട്. റൂം നമ്പർ 325 ആണോ?
അൽഫാം വേണോ നിങ്ങൾക്ക്? ഓ 350 എടുത്താൽ ബാർബിക്യൂലോട്ട് ഇട്ടേ കേട്ടോ. ആ ഓക്കെ 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 ഓക്കെ. ആ പറഞ്ഞേ മച്ചാ. അയ്യോ അപ്പൊ തണുപ്പും ചൂടും എല്ലാം ഇവിടെ കിട്ടും. എല്ലാ കാര്യങ്ങളും എന്നാ എനിക്കൊരു കാര്യം ചെയ്യാമോ? എനിക്ക് 2 ഫലൂഡ തരാമോ? ലഗി ഓക്കെ, നമ്മുടെ ഞാൻ അവറാച്ചനെ 2 ഫലൂഡ എടുത്തിട്ട് വരാം. അതെ, ഒരു കാര്യം കൂടെ, എൻ്റെ ഒരു കൂട്ടുകാരനെ പോളെന്ന് പറഞ്ഞ ഒരാളോട് നിൽപ്പുണ്ട്. ഞാൻ ഒരു മിനിറ്റ് എനിക്ക് ഒരു കോളും കൂടെ വന്നിട്ടുണ്ട്. ഹലോ നരകത്തിന്നോ? ആ ഈ പ്രാവശ്യം ഞങ്ങൾ ടൂറിന് പോകുന്നുണ്ട്. ആ പാതാളി ഓവരൊക്കെ കാണാൻ വേണ്ടി. ഓ ബസ്സിനല്ല നമ്മുടെ ലഗിയുടെ ഒരു 6000 ബൈക്ക് അയ്യോ ബൈക്ക് ഓട്ടി ഇവിടെ. ആ ലഗിയുടെ പ്രത്യേകതരം ബൈക്കാണ്. അയ്യോ അപ്പൊ എനിക്ക് വേണം കേട്ടോ, എനിക്ക് ബൈക്ക് വേണം. ബൈക്ക് വേണം. ഓക്കെ നമ്മുടെ ലഗിയുടെ ബൈക്കാ നമുക്ക് പോകാം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ പോയി എൻ്റെ കൂട്ടുകാരൻ ഒരു പോളുണ്ട്. അവറാച്ച നാട്ടിൽ ഈ പാസ്റ്റർമാരൊക്കെ മഹാ ഉടായ്പാണ് പറയുന്നത്. നിങ്ങളോട് പറയും നഗരത്തിൽ പുഴുണ്ട്, പിന്നെ അഗ്നിയാണ്, എല്ലാം ഉണ്ടെന്ന് പറയും. ഇവിടെ എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയാണ്. ആ പൂളിന് എങ്ങനെയെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത്രയും സ്നേഹമുള്ള രണ്ടും ലഗിയോനും ലൂസിഫറും, ഞാനിത് നാട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ അറിഞ്ഞായിരുന്നെങ്കിൽ, ഈ സെറ്റപ്പിനെ പറ്റി അറിഞ്ഞായിരുന്നെങ്കിൽ. നമ്മുടെ അവറാച്ചൻ എന്തോ കഴിക്കാൻ നമുക്ക് പൊറോട്ടയും ബീഫും കൊടുത്താലോ? ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അല്ല ആയിക്കോട്ടെ. ഓക്കെ, അതും നെയ്ക്കകത്ത് വറുത്താ ഞാൻ കഴിക്കാറുള്ളത്. ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ റെഡിയാക്കിട്ട് വരാം. പിന്നെ ഞാൻ എന്നല്ലേ ഇത്രയും സെറ്റപ്പാണെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സെറ്റപ്പിനെ പറ്റി യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട്, ദൈവമേ ഇത്രയും സ്നേഹമുള്ള യൂസി എന്നാൽ നാട്ടിലുള്ള പാസ്റ്റർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവിടെ തീയാണ്, അവിടെ പുകയാണ്, അങ്ങനെ പാമ്പുണ്ട്, പരിതാരി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ ആരും ഒന്നും കാണുന്നില്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ഇവിടെ വന്ന് എൻജോയ് ഞാൻ പോയി പോളിനെ വിളിച്ചോണ്ട് പോയി. ഓക്കെ താങ്ക് യു. അവറാച്ചൻ അവിടെ പോയിട്ട് എന്തായി അവറാച്ച? എന്റെ പൊന്നു പോളെ, ഞാൻ അവിടെ പോയി. ഇത്രയും സ്നേഹമുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നവറാച്ച, ചുമ്മാതിരിയുന്നു പോളെ. എന്റെ പൊന്നവറാച്ച, അവറാച്ചൻ പറഞ്ഞ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അതൊക്കെ അവരുടെ തന്ത്രം അവറാച്ച. ഒന്നുമല്ല പോളെ, പൊന്നവറാച്ച, ഒന്നുമല്ല. ഞാൻ പറയട്ടെ, എന്റെ പൊന്നവറാച്ച, ഞാൻ പറയട്ടെ. അവറാച്ചൻ പറയും തെറ്റിദ്ധരിക്കരുത്. അവറാച്ച അതൊക്കെ അവരുടെ തന്ത്രം. അവർ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുക. അവറാച്ചനെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോ അവറാച്ചന്റെ മൊട്ടത്തിലെ ഒരു തീക്കനൽ ഒട്ടിക്കോ. നോക്കിക്കോ അവറാച്ച, ഒന്ന് മനസ്സിലാക്കണം. ഈ പാസ്റ്റർമാരെല്ലാം എപ്പോഴും പറയുമായിരുന്നു, നമുക്ക് ആരാധിക്കാം, അവിടെ പോയി ഇവിടെ വന്ന് നോക്കിയപ്പോൾ നരകം നല്ല ഒന്നോന്തര സ്നേഹമുള്ള നല്ല മനുഷ്യൻ. എന്റെ പൊന്നവറാച്ച, ഞാൻ എന്തായാലും അവറാച്ച ഞാനില്ല. എന്റെ പൊന്നവറാച്ച ഞാനില്ല. ഞാൻ ഇത്രയും നാളും എന്റെ ജോലി കാര്യങ്ങള് തിരക്കായിട്ട് ഞാൻ നടന്നു. അന്നേരം എന്നും എനിക്ക് മര്യാദയ്ക്ക് ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ സമയം കിട്ടിയില്ല. ഇതൊരു അവസരവാ, ഇത് അവരുടെ തന്ത്രവാ. അവറാച്ച വാ, നമുക്ക് ഇങ്ങോട്ട് പോവാം. നരകം ഇഷ്ടപ്പെട്ടു, പോളച്ചൻ വരുന്നില്ലേ? അവറാച്ച ഞാൻ പോവാ, എനിക്ക് ദൈവത്തെ ആരാധിക്കണം. സമയമായി പോളച്ച. ഓക്കെ അവറാച്ച. ആ ലഗി, നമ്മുടെ പിന്നെ ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. അവൻ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറിവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഇതാ ഞാൻ സകലവും പുതുതാക്കിയിരിക്കുന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്ത്യമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എൻ്റെ മകനും ആയിരിക്കും. അവറാച്ചനെ കണ്ടില്ലല്ലോ. നമ്മുടെ പോളെന്തിയേ? ഞാൻ പോളിനോട് എല്ലാം പറഞ്ഞു, നിങ്ങൾ നല്ല സ്നേഹമുള്ളവരാണെന്ന് നമുക്ക് പറഞ്ഞു. പക്ഷെ പോള് കേട്ടില്ല, പോൾ അങ്ങ് പോയി. ഇനിയും ഞാൻ എന്തോ കൂടി കഴിക്കാൻ കിട്ടുന്നേ? എല്ലാം കിട്ടുമോ? എനിക്ക് കുടിക്കാൻ പല്ലൂടെ വേണം, കഴിക്കാൻ മന്തി വേണം, ഇരിക്കാനോ? അയ്യോ അടയ്ക്കാം.
എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, മ്ലേച്ഛന്മാർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്നവർക്കും ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയും അത്രേ. അടുത്ത രംഗങ്ങൾ അതിഭീകരമാണ്. അയ്യോ, എനിക്ക് വയ്യായേ, എനിക്ക് വയ്യായേ, എനിക്ക് വയ്യായേ, എനിക്ക് വയ്യായേ, എനിക്ക് ഇച്ചായോ, വയ്യായേ. ഇച്ചായോ, എന്ത് പറ്റി ഇച്ചായോ? അയ്യോ, ഇച്ചായോ, ഓ, കണ്ണുറക്ക് ഇച്ചായോ, എന്ത് ഓ, പറ്റി? എന്ത് പറ്റി? ഞാൻ ഉറങ്ങുമായിരുന്നു. എന്ത് പറ്റി? നീ പ്രാർത്ഥനയ്ക്ക് പോയില്ലയോ? ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി, ഒന്നുകൂടി വിളിക്കാൻ വേണ്ടി വന്നേ, എങ്ങനെ മനസ്സിനെ പെട്ടെന്ന് അറിയാൻ. അപ്പൊ ദാണ്ട കിടക്കുന്നു, തീയ പോകുകയെന്നും പറഞ്ഞു നിലവിളിക്കുവോ? നമ്മുടെ പിള്ളേരെത്തി. ഇവിടെ ഉണ്ട്. എന്ത് പറ്റി? നീ പ്രാർത്ഥനയ്ക്ക് പോയില്ലയോ? ഞാൻ പോയി. എടി, എന്റെ ഫോണെന്തി? എനിക്ക് പാസ്റ്ററെ ഒന്ന് വിളിക്കണം. നമ്മൾ ഇങ്ങനെ ഇരുന്നാ പോരാ കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇരുന്നാ പോരാ, നമുക്ക് പ്രാർത്ഥിക്കണം. ഇതെന്താ അഭിനയിക്കുവാണോ? എന്തോ ഇത്? എനിക്ക് വട്ടായതാണോ ഇച്ചായന് വട്ടായതാണോ? എന്തോ ഇത്? എടി, നീ ഫോണെന്തി? നീ പാസ്റ്ററെ വിളിച്ചു. ഫുൾ ടൈം ഫോൺ കൊണ്ട് കുത്തിക്കൊണ്ടിരുന്നോ? അവിടെ ഉണ്ട്. ഓ, പാസ്റ്ററെ വിളിക്കും. ഹലോ പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ആ പാസ്റ്ററെ, ഞാനും പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട് പാസ്റ്ററെ. പിന്നെ പാസ്റ്ററെ, എനിക്കൊരു 10 മിനിറ്റ് തരണം പാസ്റ്ററെ. ഇന്ന് സാക്ഷ്യം പറയാൻ സമയം തരണം പാസ്റ്ററെ എനിക്ക്. പിന്നെ എൻ്റെ പാസ്റ്ററെ, നമുക്ക് 2 പുതിയ ബോക്സുകളൊക്കെ വാങ്ങിക്കണം. ബോക്സ് വാങ്ങിക്കണം. പിന്നെ ആ പാട്ട് പാടുന്ന പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളിയോട് പറയണം നല്ല പാട്ട്, ഉറച്ച പാടാൻ പറയണം. അവനെ ഇതിനോട് പറയണം, ലൈവ് ചെയ്യാൻ പറയണം. പാസ്റ്ററെ, പിന്നെ പാസ്റ്ററെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്ത് ബാംബ്രി ടൗണിലും ഓക്സ്ഫോർഡിലും ഒക്കെ പോയി നമുക്ക് സ്ട്രീറ്റ് മിനിറ്റ്സ് നടത്തണം പാസ്റ്ററെ. ഇങ്ങനെ വരുന്നാൽ പോരാ പാസ്റ്ററെ, ഇങ്ങനെ വരുന്നാൽ പോരാ പാസ്റ്ററെ. ഞാൻ ബാക്കിയുള്ള എല്ലാം അങ്ങ് വന്നിട്ട് പാസ്റ്ററോട് പറയാം. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു പാസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ത് പറ്റി? ഓ, നിങ്ങൾ സത്യമാണോ പറയുന്നത്? നിങ്ങൾ മനസ്സിലാപ്പെട്ടോ? അപ്പോ എനിക്ക് വയ്യാടി, ഞാൻ എവിടെയാലും ഞാനൊന്ന് ഉറങ്ങിപ്പോയി. എൻ്റെ കർത്താവേ, നമ്മൾ ഇങ്ങനെ വരുന്നാൽ പോരാ കർത്താവ്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി, കേട്ടോ? നമ്മൾ ഇങ്ങനെ വരുന്നാൽ പോരാ, നമുക്ക് ദൈവത്തെ വിളിക്കാനായി നമുക്ക് കുടുംബമായിട്ട് പോകാം. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. എന്നെ കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് പോവാം, വാ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നർമ്മത്തിലൂടെ ഈ ഒരു നാടകം നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ എത്തിച്ചുവെങ്കിലും ചിന്തിക്കുവാൻ അനേകം വക ഇതിലുണ്ട്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെടുവേൻ. ദൈവം വരാറായി, കർത്താവ് വരാറായി. മാറാനാഥ. കൈയടി പോരാ, കുറച്ചുകൂടെ ശക്തിയായിട്ട്.